لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد. تبارك الله أحسن الخالقين. ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അല്ലാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു. തബാറക അല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. 14-ാമത്തെ ആയത്ത്. ഈ ആയത്തിനെ നമ്മൾ പരിശുദ്ധ ഖുർആനിലെ ഏകദേശം 19ഓളം ആയത്തുകൾ കൊണ്ടാണ് വിശദീകരിച്ചത്. മനുഷ്യ സൃഷ്ടിപ്പിന്റെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളെ കുറിച്ചാണ് ഈ ആയത്തിന്റെ ആദ്യ ഭാഗത്ത് അല്ലാഹു പറഞ്ഞത്. മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചു തുടങ്ങിയത് സുലാലത്തിൽ മിന്നിൽ കളിമണ്ണിന്റെ സത്തയിൽ. പിന്നീട് മനുഷ്യവർഗം അവർ ഭൂമിയിൽ പ്രചരിച്ചത് നുതുഫത്തും അലക്കത്തും മുളുവത്തും ഒക്കെയായിട്ട് അതിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങൾ പിന്നിട്ട് ഒരു വ്യത്യസ്തമായ സൃഷ്ടിയായി ഹൽക്കൻ ആഹർ മറ്റൊരു സൃഷ്ടിയായിട്ട് അല്ലാഹു മനുഷ്യ കുഞ്ഞിനെ പുറത്ത് കൊണ്ടുവന്നു. തബാറക അല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അപ്പോൾ ഈ എന്താണ് ഈ തബാറക അല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്താണ്? ഇതാണ് കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിൽ നമ്മൾ വിശദീകരിച്ചത്. കഴിഞ്ഞ ക്ലാസ് അതിൻ്റെ അവസാനത്തെ ക്ലാസ്സായിരുന്നു തബാറക അല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നതിൻ്റെ. എന്തിനാണ് അല്ലാഹു നമ്മളെ ഈ ഒരു കാര്യം ബോധ്യപ്പെടുത്തിയത്? സൂറത്തിലെ മുഅ്മിനൂനിൽ പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയം. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്കെല്ലാവർക്കും മനഃപ്പാടമുള്ള സൂറത്തുണ്ട്. സൂറത്ത് അബസ. സൂറത്ത് അബസയുടെ അവസാന ഭാഗം പറയുന്നത് ഖുതിലൽ ഇൻസാനു മാ അക്ഫറ മിൻ അയ്യി ഷൈഇൻ ഖലഖ മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ ثم السبيل يسر ثم أماته فأقبر ثم إذا شاء أنشر. അതാണ് ഈ നമ്മൾ വായിച്ച ആയത്തിൻ്റെ, ഇനി വായിക്കാൻ പോകുന്ന ആയത്തിൻ്റെ ചുരുക്കം. നമ്മൾ ചോദിക്കുന്നത് ശ്രദ്ധിക്കാം. നമ്മൾ ചോദിക്കുന്നത് ഖുതിലൽ ഇൻസാൻ, മനുഷ്യൻ നശിച്ചു പോകട്ടെ. കുത്തില കൊല്ലപ്പെടട്ടെ. കുത്തില എന്നൊരു ശാപത്തിന്റെ വാക്കാണ്. തൊലയട്ടെ, മനുഷ്യൻ തൊലയട്ടെ, നശിച്ചു പോകട്ടെ, മനുഷ്യൻ ഇല്ലാണ്ടാവട്ടെ. കുത്തില ഇൻസാൻ ഇതാരാ പറഞ്ഞത്? അല്ലാഹ്. ഇൻസാൻ മനുഷ്യനെ ഇതിനെ നേരത്തെ അതിനോട് പഠിച്ചത് മനുഷ്യനെ സുലാലത്തിൽ നിന്ന് സുലാലത്തിൽ നിന്ന് പഠിച്ചുള്ള പറഞ്ഞത്. ആ പഠിച്ച റബ്ബാണ് പറയുന്നത് കുതിര ഇൻസാൻ പോട്ടെ, തുറഞ്ഞു പോട്ടെ, നശിക്കട്ടെ. ഇൻസാൻ മനുഷ്യൻ. ഇതിന്റെ കാരണം മാ അക്ഫറ, എത്ര വലിയ നന്ദി കെട്ടവനാക്കി അവനെ തീർത്ത കാര്യം എന്താണ്? ഇത്രയും വലിയ നന്ദികേട് കാണിക്കാൻ എന്താണ് കാരണം? അവ ചോദിക്കണം. മാ അക്ഫറ ചോദിച്ചില്ല. എന്നിട്ട് ചോദിക്കുന്ന ചോദ്യം എന്താ കേട്ടോടെ? മിൻ അയ്യി ഷൈഇൻ ഖലഖ. അതിന് ഉത്തരമാണ് മിൻ അയ്യി ഷൈഇൻ ഖലഖ. ഏതൊരു വസ്തുവിൽ നിന്നാണ് നാം അവനെ സൃഷ്ടിച്ചത്? ഏതൊരു വസ്തുവിൽ നിന്നാണ് നാം അവനെ സൃഷ്ടിച്ചത്? ഉത്തരം അതല്ലേ ഇവിടെ പഠിച്ചായത്. ഋതുഫത്തിൽ നിന്ന് നാം അവനെ പടച്ചുണ്ടാക്കി, എന്നിട്ട് അവൻ നാം വ്യവസ്ഥപ്പെടുത്തി. പിന്നെ അവന്റെ മാർഗങ്ങൾ നാം അവനെ എളുപ്പമാക്കി കൊടുത്തു. എല്ലാ കാര്യങ്ങളും അവന് അല്ലാഹു എളുപ്പമാക്കിയതാണ്. അള്ള എളുപ്പമാക്കിയത് കൊണ്ടാണ് നമ്മളവിടെ ഇരിക്കുന്നത്. അള്ള എളുപ്പമാക്കി തന്നു. ഇവിടെ ജീവിക്കുന്നത് അതുകൊണ്ടാണ്. പിന്നെ അവനെ നാം മരിപ്പിച്ചു കബറടക്കി.
അക്ഷര വീണ്ടും നാം ഉദ്ദേശിക്കുന്ന ഒരു സമയത്ത് അവരെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരും. ഈ ഒരു ആശയം അല്ലാഹു അറിയണം. അതാണ് ഇനി നമുക്ക് ഇതിന് ശേഷം വായിക്കാൻ രണ്ടായതാണ്. എന്താണോ ആശയം, ആ ആശയമാണ് അല്ലാഹു ഈ നമുക്ക് പഠിക്കാനുള്ള 15-ലും 16-ലും പറഞ്ഞു വെച്ചത്. അപ്പൊ എല്ലാവരും ഖുർആൻ നോക്കി, ഖുർആൻ നോക്കണം. ഖുർആനെ കയ്യിലില്ലാത്ത ആൾക്കാർ മൊബൈലിൽ ഖുർആൻ നോക്കിയാൽ ഖുർആൻ എടുക്കാൻ നോക്കുക. 15-ഉം 16-ഉം അപ്പൊ ആദ്യം നമ്മൾ ആ രണ്ടായത്ത് ഒരുമിച്ച് പഠിക്കുക. ആദ്യം നമ്മൾ ഖുർആൻ പഠിക്കുമ്പോൾ ആദ്യം അത് ഓതാൻ പഠിക്കണം, പാരായണം പഠിക്കണം, നിയമങ്ങൾ അറിയണം. സാധാരണ ഏതെങ്കിലും ഒരു അറബി പുസ്തകം വായിക്കുന്ന പോലെ ഖുർആൻ വായിച്ചാൽ പോരാ. ഖുർആന്റെ ഒരു അറബി ടെക്സ്റ്റ് നീട്ടാനും പിന്നെ മണിക്കാനും അറബി ടെക്സ്റ്റിന്റെ ആവശ്യമില്ല. ഹദീസുകൾ പോലും അങ്ങനെ ചെയ്യേണ്ട, വായിച്ചാൽ മതി. പക്ഷെ ഖുർആൻ അങ്ങനെയല്ല. ഖുർആൻ അത് വായിക്കേണ്ട രീതിയുണ്ട്, അത് ഓരോ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കണം അത് ഓരേണ്ടത്. ഈ രണ്ടായത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കുന്ന നിയമം നോക്കി ഞാൻ പറയാം. ഒന്ന്, സുമ്മ. സുമ്മ എന്നിടത്ത് സുമ്മല്ല, നമുക്കൊക്കെ വേഗം സു അറിയാം. കാരണം സു എന്ന അക്ഷരം മലയാളത്തിൽ ഇല്ലാത്തതുകൊണ്ട് പിന്നെ മലയാളത്തിൽ സു എന്നേ ഉള്ളൂ. അപ്പൊ സു അറിയാം. ഇത് സു എന്നാണ്. സു എന്നൊരു വാക്ക് മലയാളത്തിലെ അറബിയിലേ ഉള്ളൂ. അത് രണ്ട് വരി പല്ലിന്റെയും നാവിന്റെയും തട്ടം. സു കൊടുക്കുന്ന സുമ്മ. ഇങ്ങനെയാണ് സുമ്മ. കാരണം മലയാളികളെ സുമ്മ സുമ്മ വരും. സുമ്മ വന്നിട്ടല്ല. സുമ്മ എന്ന് വിഷമം, വിഷമാണ്. സുമ്മാക്ക് പിന്നീട് തന്നെ ശേഷം വ്യത്യാസം മനസ്സിലായി. അപ്പൊ സു എന്തിനാ, സു എന്ന് പറയരുത്, പിന്നെന്ത് വേണം, സു എന്നല്ല വേണം. സത്തുള്ള മീമിനെ മണിക്കണം. സുമ്മ എങ്ങനെയാണ്, സുമ്മ. പിന്നെ ഇന്നത്തും എന്നൊരു സത്തുള്ള നൂലാണ്. സത്തുള്ള മീമും സത്തുള്ള നൂലും ഉന്നത്ത് കൊടുക്കണം. ഇത് കൊടുക്കണം, ഉന്നത്ത് കൊടുക്കാൻ മണിക്കണം. സുമ്മ ഇന്നകും ഇങ്ങനെയാണ് സുമ്മ ഇന്നകും എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് ആ രണ്ട് സ്ഥലം ഈ ആയത്തിൽ ശ്രദ്ധിക്കുന്ന രണ്ട് ചെറിയ ആയത്താണ്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ആ രണ്ട് സ്ഥലങ്ങൾ തന്നെയാണ്. നമ്മളെ ഇതുവരെയുള്ള ആയത്തോടെ കാണാതെ പഠിച്ചത്, അതുകൊണ്ട് ഈ ആയത്ത് നമ്മൾ കാണാതെ തന്നെയാണ് പഠിക്കേണ്ടത്. അപ്പൊ ഇത് ആവർത്തിച്ച് നമ്മൾ ഓതണം. അവിടെ ഞാൻ കിറാത്ത് കേൾപ്പിക്കാം, നിങ്ങളത് ആവർത്തിച്ച് അതിന്റെ കൂടെ അങ്ങനെ ഓതണം. ഇതിനത് കാണാതെ പഠിക്കണം. ആ രണ്ട് ചെറിയ ആയത്ത് അതിന്റെ മേലുള്ളത് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ഈ രണ്ട് ചെറിയ ആയത്ത് കാണാതെ വെറുതെ പഠിച്ചാൽ അതിന്റെ അർത്ഥം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അത് തന്നെ മതിയാകും. നമ്മളെ വാക്കും പ്രവൃത്തി ചിന്തയൊക്കെ നന്നാകാൻ, ഈമാൻ കിട്ടി ഭരിക്കാനും പരലോകത്ത് രക്ഷപ്പെടാനൊക്കെ അത് മതിയാവും. അവിടെ കാണാൻ പഠിക്കാം. ഓതിക്കോ. കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അർത്ഥം മനസ്സിലാവും. നേരത്തെ ആയത്തിൽ അവിടെ പറഞ്ഞ കാര്യം നമ്മൾ
നമ്മുടെ ഈ സിദ്ധിപ്പാണ് അല്ലേ? അപ്പൊ നമുക്ക് പടച്ചോന്നൊരു രൂപമുണ്ട്, പടച്ചോന്ന ഒരു ആകാര വടിവുണ്ട്, ഒരു ഷെയ്പ്പുണ്ട്, ഒരു സൗന്ദര്യമുണ്ട് പടച്ചോൻ തന്നത്. എല്ലാവരും ഒരുപോലെ, ഓരോരുത്തർക്കും അവനവനെ അപേക്ഷിച്ച് ഓരോരുത്തരും എന്താണ് സുന്ദരന്മാരും സുന്ദരികളുമാണ്. കാരണം ലക്കത കലക്കല ഇൻസാനത്തി അസനി തഹുലി, ഏറ്റവും നല്ല ഘടനയാണ് മനുഷ്യന്റെ ഘടന. അങ്ങനെ നമ്മളെ ശ്രദ്ധിച്ച് പടച്ചോൻ. നമ്മൾ എത്ര ആരോഗ്യമുള്ളവരാണെങ്കിലും, എത്ര മസിലുള്ളവരാണെങ്കിലും, എത്ര ഹൈറ്റുള്ളവരാണെങ്കിലും, എത്ര സൗന്ദര്യമുള്ളവരാണെങ്കിലും നമ്മൾ വൈദ്യുതാണ്. അതിനുശേഷം ഈ സുന്ദരമായ സിദ്ധിപ്പ് ഘടനയ്ക്ക് ശേഷം പിന്നീട് നിങ്ങളൊക്കെ മയ്യത്തുകളായി മാറുന്നത് പറയാം. മരിച്ചാൽ പിന്നെ പല ആൾക്കാരും ഇന്ന് ആത്മഹത്യ ചെയ്യണമെന്നുണ്ട്. എല്ലാവരും കാരണം എന്താണ്? മരിച്ചാൽ പിന്നെ നിങ്ങൾ തീർന്നതാണ് അല്ലേ? മരിച്ചാൽ തീരൂല, മരിച്ചാൽ തുടങ്ങാണ്. അതാണ് സുമ്മ ഇന്നക്കും മയ്യത്തും സുമ്മ ഇന്നക്കും ഖിയാമത്തി, രണ്ടാമതും എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരും പഠിച്ചു. മരിച്ചാലാണ് തീർന്നാലും വിചാരിക്കേണ്ട. ഇവിടുത്തെ ഒരു പ്രതിസന്ധി തീരൂല, പ്രതിസന്ധി തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ ശരിക്ക് നമ്മളൊരു മയ്യത്ത് ഈ ആയത്തൊക്കെ കേൾക്കുമ്പോൾ, ഈ ആയത്തൊക്കെ പഠിക്കുമ്പോൾ നമ്മളെ മനസ്സെന്താ വേണ്ട അറിയാം? നമ്മളെ വീട്ടില് നമ്മളെ മയ്യത്ത് കിടത്തിയിട്ട് നമ്മളെ മയ്യത്ത് ആൾക്കാർ കാണാൻ വരികയാണ്. നമ്മളെ ചുറ്റും ആൾക്കാരുണ്ട്, നമ്മളെ മയ്യത്ത് ആൾക്കാർ കുളിപ്പിക്കുകയാണ്, നമ്മളെ മയ്യത്ത് ആൾക്കാർ കഫൻ ചെയ്യാണ്, നമ്മളെ മയ്യത്ത് ആൾക്കാർ കബറടക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്, നമ്മളെ മയ്യത്ത് കബറടക്കിയിട്ട് ആൾക്കാർ തിരിച്ചു വരികയാണ്. ഇവിടെ പലരുടെയും മയ്യത്ത് കുളിപ്പിച്ചവരാണ് നമ്മൾ, പലരുടെയും മയ്യത്ത് കണ്ടോരാ നമ്മൾ, പല മയ്യത്തിന്റെയും മുഖം കണ്ടിട്ട് വിങ്ങി പൊട്ടിയാലാ നമ്മൾ അല്ലെ? പലതും മറക്കാതിരിക്കാൻ നമുക്ക് കഴിയാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പല മയ്യത്തുമായിട്ട് പള്ളിയിലേക്ക് നടന്നു പോയവരാണ് നമ്മൾ, പല മയ്യത്തും കബറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അല്ലെ? തസ്ബീഹ് ചൊല്ലി കരഞ്ഞു പോന്നിട്ടുണ്ട്. ഇനി നമ്മളെ മറ്റു പലരും കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ മനസ്സിൽ ചിന്തിച്ചു. നമ്മളാണ് മയ്യത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. ആ ആയത്താണ് സഹോദരങ്ങളെ ഈ ആയത്ത്. ഇത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഈമാൻ കിട്ടിയ ഒരു മരണത്തിനല്ലാതെ നമ്മൾ പ്രാർത്ഥിക്കൂല, അതിനു വേണ്ടിയല്ലാതെ നമ്മൾ ആഗ്രഹിക്കൂല. ഈ ആയത്ത് അതാണ്. അപ്പൊ ഈ ആയത്തിന്റെ ആശയം അതാണ്. മനസ്സിലാക്കിയിട്ട് മനസ്സ് നിറയെ ഈമാൻ കിട്ടി മരിക്കാനുള്ള പ്രാർത്ഥനയോടുകൂടി ഈ രണ്ടായത്ത് നമ്മൾ താങ്കളെ പഠിക്കുക.
ഖിറാഅത്തിൽ തന്നെ 4 വ്യത്യസ്ത ഖിറാഅത്തുകളുണ്ട്. ഒന്ന് തർത്തീലാണ്, ഒന്ന് തദ്ബീറാണ്, ഒന്ന് ഹസ്റാണ്, 4 തഹ്ഖീഖാണ്. ഈ 4 ഖിറാഅത്തുകൾ, 4 ഖിറാഅത്തുകൾ ശൈലി ആയതുമായി ബന്ധപ്പെട്ട് നമ്മളൊന്ന് കേൾക്കാം. കൂടെ ഒന്നിച്ചു വളരെ സാവകാശം ഓരോ അക്ഷരങ്ങളും എടുത്ത് പഠിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ഖിറാഅത്ത്. അതുകൂടി കേട്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ആയത്തിന്റെ അർത്ഥത്തിലേക്ക് വരും. സുമ്മ എന്ന് പറയുന്നത് നമുക്കറിയാം. സുമ്മ പിന്നീട്, സുമ്മ എന്ന് പറഞ്ഞാൽ പിന്നീട്. ഇന്നക്കും, ഇന്ന തീർച്ചയായും, പ്ലസ് നിക്കും, നിങ്ങൾ. ഇതാണ് ഇന്നക്കും എന്നത്. ഇന്നക്കും എന്നത് 2 കലിമത്തിൽ 2 പദങ്ങൾ ചേർന്നതാണ്. ഇന്നക്കും, ഇന്ന നമ്മൾ തീർച്ചയായും, ക്കും നിങ്ങൾ. അപ്പൊ ഇന്നക്കും നമ്മൾ തീർച്ചയായും നിങ്ങൾ, തീർച്ചയായും നിങ്ങൾ. ഇന്ന തീർച്ചയായും, നിങ്ങൾ, ഇന്നക്കും നമ്മൾ തീർച്ചയായും നിങ്ങൾ. ബഅദ ദാലിക, ബഅദ പറഞ്ഞാൽ ശേഷം. ബഅദ ഇതിന്റെ വിപരീതം ഖബല എന്നാണ്, മുമ്പ്. ഖബല മുമ്പ്, ബഅദ ശേഷം. സുമ്മ ഇന്നക്കും ബഅദ ദാലിക. ദാലിക പറഞ്ഞാൽ അത്, ദാലിക. ദാലിക എന്നത് വായിക്കാൻ എഴുതുമ്പോൾ ദലിക എന്ന് എഴുതാം, വായിക്കുമ്പോൾ ദാലിക എന്ന് വായിക്കാം. ഇങ്ങനെ വേണ്ടത്. ബഅദ ദാലിക, അതിനുശേഷം. ദാലിക അത്, ദാലിക അത്, ബഅദ ശേഷം. സുമ്മ പിന്നീട്, ഇന്നക്കും തീർച്ചയായും നിങ്ങൾ, ബഅദ ദാലിക അതിനുശേഷം. ഈ അതിനുശേഷം തന്നെ അത് പറയുന്ന നേരെ പറഞ്ഞ മുഖത്തും അലക്കത്തും ഒക്കെ ഹൽക്കനാഹറായില്ല, വേറെ സെറ്റിപ്പായില്ല. അതിനുശേഷം പറഞ്ഞാല് നിസ്സംശയം, ഇല്ല, തീർച്ചയായും. ലാമത്തതിന്റെ ലാമാണ്. തന്നെ എന്ന് പറയാം, തന്നെ എന്ന് പറയാനാണ്. സുമ്മ സുമ്മ പിന്നീട് ചോദ്യം ചെയ്യപ്പെടും. ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും, ഒരു സംശയമാണ്. അതിനാണ് ലാഭം കൊടുക്കുന്നത്. അപ്പൊ സുമ്മ പിന്നീട്, ഇന്നക്കും തീർച്ചയായും നിങ്ങൾ. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ പറയുന്നത്? ഖുർആന്റെ ഒരു പ്രത്യേകത, ഖുർആൻ നമ്മളോട് ഡയറക്റ്റ് സംസാരിക്കുക. അള്ളാഹു നമ്മളോട് ഓരോരുത്തരോടുമാണ്. ഖുർആൻ ഞാൻ വായിച്ചോക്കെങ്കിൽ ഒറ്റയ്ക്ക് വായിച്ചോക്കേണ്ട ഒരു അത്ഭുതം എന്താ പറയുന്നത്? ഞാൻ അങ്ങനെ വായിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നും, പഠിച്ചോ എന്നോട് പറയുന്നതാണിത്, എനിക്കറിയതാണ് എന്ന് എനിക്ക് തോന്നും. ഓരോരുത്തരും വായിക്കുമ്പോൾ അവരവർക്ക് ഇറങ്ങിയതാണ് ശരിക്ക് തോന്നും, ബോധ്യപ്പെടും. അതാണ് ഖുർആൻ ഡയറക്റ്റ് ആണ്. ഖുർആൻ അഭിസംബോധന നമ്മളോട് ഓരോരുത്തരും എന്നോട് പറയുന്നത്. ഈ വാക്കൊക്കെ ഞാൻ എന്നോട് പറയാണ്, മനസ്സിലാക്കുന്നത്. അപ്പൊ അള്ളാഹ് പറയാണ്
തീർച്ചയായും നിങ്ങൾ. ആദ്യം മനുഷ്യവർഗത്തിന് എല്ലാ മനുഷ്യരെയും പറ്റി മനുഷ്യ സൃഷ്ടിപ്പിനെ പറ്റിയിട്ട് പറഞ്ഞു. എന്നിട്ട് അവ പറയാണ് സുമ്മ അതിനുശേഷം ഇന്നക്കും തീർച്ചയായും നിങ്ങൾ. സുമ്മ പിന്നീട് ശേഷം ഇന്നക്കും തീർച്ചയായും നിങ്ങൾ. ബാക്കിലാരും അതിനുശേഷം ഇല്ല മയ്യത്തു. മയ്യത്ത് മയ്യത്ത് എന്നതിന്റെ ബഹുവചനമാണ് മയ്യത്തൂൻ. അതാണ് ഇല്ല മയ്യത്തു. മയ്യത്തു മയ്യത്ത് ഇതിന്റെ ബഹുവചനമാണ് മയ്യത്തൂൻ. മയ്യത്ത് എന്ന് പറഞ്ഞാൽ ഒരു ശവം തന്നെ അവരുടെ മയ്യത്ത്. നമ്മൾ ബഹുമാന പുരസ്സരം പറയുമ്പോൾ മൃതദേഹം എന്ന് പറയും. മയ്യത്തിന് ജമ്മാണെന്ത് മയ്യത്ത്. പിന്നീട് നിങ്ങൾ മയ്യത്തുകൾ തന്നെ. ആലോചിച്ച് നോക്കി. അള്ളാഹ് ഈ സൃഷ്ടിപ്പൊക്കെ പറഞ്ഞു. എന്തിനാണ് ഈ ആയത്തിൽ ഇത്രയും ഈ ഋതുപത്ത് മരക്കെട്ടുന്നത്? ഞാൻ ആദ്യത്തെ ക്ലാസ് പറഞ്ഞത് ഓർമ്മ. ഇത് ശാസ്ത്രം പറയാനല്ല, ശാസ്ത്രം പറയാനല്ല. മനസ്സിലായി പറഞ്ഞത്? ഋതുപത്തും അലക്കത്തും മുതലത്തും ഒക്കെ നമുക്ക് ശാസ്ത്രം പറയാം. ഇന്ന് പിന്നെ പുതിയ ആധുനിക വൈദ്യശാസ്ത്രത്തെ മുന്നിൽ വെച്ച് ഈ ആയത്ത് പറഞ്ഞിട്ട് ഈ ഖുർആൻ ഇറങ്ങിയ കാലഘട്ടത്തിൽ ഇന്നത്തെ പുതിയ സയൻസ് പറയുന്ന കാര്യങ്ങൾ ഖുർആൻ പറയുന്നു. ഇത് ഗുണശാസ്ത്രം. മനസ്സിലായി പറഞ്ഞത്? അത് ഖുർആൻ പറയുന്നു. എങ്ങനെയാണ് മനുഷ്യന്റെ ഒരു ഋതുഫത്തായിട്ട് പിന്നെ ആ പിതാവിന്റെ ഋതുഫത്തിൽ നിന്ന് മാതാവിന്റെ അംഗവുമായി കൂടി ചേർന്ന കാലഘട്ടത്തിൽ പിന്നെ അത് മുതൽക്കായി മാറി. അങ്ങനെ അതിന്റെ ശാസ്ത്രം പറഞ്ഞ് ഖുർആനും ശാസ്ത്രവും ചില ആൾക്കാർക്ക് പ്രസംഗിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള വിഷയമാണ്. ഖുർആനും ശാസ്ത്രവും. ഖുർആൻ ഒരിക്കലും ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഖുർആൻ ഒരിക്കലും എന്തല്ല, ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ല. എന്താ കാരണം? ശാസ്ത്രം മാറും. ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ മാറാം. ശാസ്ത്രം ഇന്ന് പറയുന്ന ആളെ നാളെ പറയാം. ശാസ്ത്രം ഇന്നലകളിൽ പറഞ്ഞതല്ല ഇപ്പോൾ പറയുന്നത്. ആണോ? അല്ല, മാറും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഖുർആൻ ശാസ്ത്ര ഗ്രന്ഥം എന്ന് പറഞ്ഞാല് ഖുർആൻ അങ്ങനെ അവസരം ഉണ്ടാക്കേണ്ടി വരും. മാറട്ടെ. അത് ഖുർആൻ മാറുമോ? മാറാൻ പാടുണ്ടോ? അപ്പൊ ഖുർആനിലുള്ള ശാസ്ത്രം പറയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഖുർആനിനെ ഇങ്ങനെ ഒരു ആധുനികവൽക്കരിച്ച് അങ്ങനെ ഒരു ആധുനിക കാലഘട്ടത്തിന്റെ ചുമരത്ത് വായിക്കാത്തവരെന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആൻ ചില നമ്മൾ ഖുർആൻ ഇങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ ഒന്നല്ല ഖുർആൻ പറയുന്നത് പറഞ്ഞാൽ പരിഹസിക്കുന്ന ആൾക്കാരുണ്ട്, കളിയാക്കുന്ന ആൾക്കാരുണ്ട്. ഖുർആനിനെ ഇന്നത്തെ ആധുനിക യുഗത്തിന്റെ സാഹചര്യങ്ങളെ, സമകാലിക സാഹചര്യങ്ങളെ ചേർത്ത് വെച്ച് വായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സാഹിത്യത്തെ കുറിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. പറഞ്ഞ മനസ്സിലായില്ല? ഖുർആനിനെ പറഞ്ഞാൽ പറഞ്ഞു പോയാൽ മതി. ശാസ്ത്രം ഇതിന്റെ പിന്നാലെ വരും. ശാസ്ത്രം അതിന്റെ പിന്നാലെ വരും. മനസ്സിലായിട്ട് പറഞ്ഞത്? പണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ച കാലത്ത് സൂര്യൻ നിൽക്കുക എന്നാ പറഞ്ഞത് അല്ലെ? ബാക്കിയുള്ളതൊക്കെ ചിറ്റുക എന്നാ പറഞ്ഞത് അല്ലെ? ഇന്നത്തെ കുട്ടികളുടെ ശാസ്ത്രം എന്താ? സൂര്യൻ ചലിപ്പിണ്ടെന്നാ പറഞ്ഞത് അല്ലെ? ഖുർആൻ എന്താ പറഞ്ഞത്? വശംസു തജ്രീ, ചലിക്കുന്ന പറഞ്ഞത്. അപ്പൊ സയൻസ് നമുക്ക് അംഗീകരിക്കാം. അപ്പൊ ഇവിടെ ഋതുപത്തും അലക്കത്തൊക്കെ പറഞ്ഞിട്ടും ഒരു ശാസ്ത്രം അംഗീകരിക്കാനോ പറയാനല്ല, മറിച്ച് ഇതിലൊരു ആത്മാവുണ്ട്, ഉൾക്കൊള്ളേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഉൾക്കൊള്ളുന്നത് തന്നെ ചെയ്യണം. അതിനാണ് അള്ളാഹു ഇന്നലെ പറഞ്ഞ പിന്നീട് ഇന്നക്കും തീർച്ചയായും നിങ്ങൾ ബാഗധാരിക്ക് അതിനുശേഷം നിങ്ങൾ മയ്യത്തുകൾ തന്നെയാണ്. അർത്ഥം ആയത്തിന്റെ അർത്ഥം ഓരോ വാക്കിന്റെ അർത്ഥം ഏതൊക്കെ ആൾക്കാർക്ക് എഴുതാം. സുമ്മ എന്ന് പറഞ്ഞാല് പിന്നീട്, ഇന്ന തീർച്ചയായും, നിങ്ങൾ ബാഗധാരിക്ക അതിനുശേഷം, ഇല്ല മയ്യത്തും മയ്യത്തുകൾ തന്നെയാണ്. അപ്പൊ എങ്ങനെ അർത്ഥം പറയാൻ ഒരാൾക്ക്? പിന്നീട് തീർച്ചയായും നിങ്ങൾ, പിന്നീട് തീർച്ചയായും നിങ്ങൾ അതിനുശേഷം മരിക്കുന്നവർ തന്നെയാകുന്നു.
എന്താണ്? നമ്മൾ ഇട്ട ഷർട്ടും നമ്മൾ ഇട്ട വസ്ത്രമൊക്കെ നമ്മളെ ശരീരത്തിൽ നിന്ന് വെട്ടിയെടുത്ത് ഒരു കട്ടിലിൽ കിടത്തി ഒരു വെള്ളത്തുണി കൊണ്ട് മൂടി നമ്മളിങ്ങനെ കിടക്കുന്ന ആ ഒരു രംഗം നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാനുള്ള എന്തിനാണ് നന്നാവും? ഇതിനല്ലാതെ നന്നാക്കാൻ കഴിയില്ല. ഇതിന്റെ വാക്കാണ് മരണം തന്നെ മതി നിനക്ക് ഏറ്റവും വലിയ ഉപദേശകനായിട്ട്. വാഴെന്ന വഴു പറയണം, വഴു പറയുന്നത് ഉപദേശിക്കുന്നത് ഏറ്റവും നല്ല ഉപദേശകനായിട്ട് ആരും മതി? മരണം തന്നെ മതി. നിങ്ങൾ നോക്കി എത്ര വലിയ പ്രശ്നമുള്ളവരും മരണത്തെക്കുറിച്ചൊന്ന് ഓർമ്മപ്പെടുത്തി നിങ്ങളത് ശരിയാക്കാൻ പറഞ്ഞു. എത്ര വലിയ തെറ്റുകളും പിണങ്ങാനൊക്കെ ശരി. നമ്മൾ വല്ലാതെ പിണങ്ങി നമ്മൾ തെറ്റി ബന്ധം കുറിച്ച് നടക്കുന്ന ഇതിനിടയ്ക്ക് ഒരാൾ മരിച്ചു. ജീവിച്ചിരിക്കുന്നതിന്റെ സങ്കടം ഭയങ്കരമായിരുന്നു അല്ലേ? കാരണം ഇനി എന്റെ വെറുപ്പും എന്റെ വിദ്വേഷത്തിൽ ഞാൻ ആരോടെ കളിക്കുക? ഇപ്പൊ തെറ്റാൻ അപ്പുറത്ത് ആളില്ല, പോയി അല്ലേ? ഇപ്പൊ ഞാൻ പിന്നെ തെറ്റിയതെന്തിന്, പിണങ്ങിയതെന്തിനെ? എന്തിനാണ് വിനോദം വെച്ച് നടന്നത്? എന്തിനാണ് വൈരാഗ്യം വെച്ച് നടന്നത്? എന്തിനാണ് ഇല്ലാത്തത് പറഞ്ഞത്? എന്തിനാണ് നുണ പറഞ്ഞ വരുത്തിയത്? അതിനെപ്പറ്റി ചിന്തിച്ചാൽ അതെല്ലാം മാറിയത്, സഹാബത്ത് മാറിയത് കൊണ്ടാണ്. ഇതിന്റെ കാലത്തുണ്ടായിരുന്ന അവരുടെ ജീവിതം എന്തായിരുന്നു? അടിച്ചുപൊളി ജീവിതമല്ലേ അല്ലേ? കള്ളു കുടിച്ച് വ്യഭിചരിച്ച് യുദ്ധം ചെയ്ത് ഗുണ്ടായിസ നടത്തി അങ്ങനെ ജീവിക്കുന്നു. എന്നിട്ട് അവരെ എങ്ങനെ മാറിയത്? അവരെ മാറ്റിയ കാരണം തുമ്മ ഇന്നക്കും കരുതാലിക്ക കുറേശികളെ നിങ്ങൾക്ക് കുറേശിത്തരമുണ്ട്, നിങ്ങൾക്ക് ഗോത്ര മഹിമയുണ്ട്, നിങ്ങൾ വലിയ തറവാട്ടുകാരാണ്. കുറേശി തറവാട് വലിയ തറവാടാണ്. നിങ്ങൾ തറവാട്ടുകാരാണ്, നിങ്ങൾ മക്കളുടെ അധികാരമുള്ള ആൾക്കാരാണ്, നിങ്ങൾ വലിയ സമ്പന്നന്മാരാണ്, ഒക്കെയാണ്. പക്ഷെ കേവലം ഒരു മയ്യത്തിൽ മാത്രമാണ് നിങ്ങൾ. അതാണ് ഓർമ്മപ്പെടുത്തി കൊടുത്തത്. ഓർമ്മപ്പെടുത്തി കൊടുത്തപ്പോ അവർക്ക് കുറെ മരിക്കാനും അവർക്ക് പേടിയില്ല. അത് മാത്രമല്ല, മരിക്കാനും അവർക്ക് പേടിയില്ല. കാരണം യുദ്ധങ്ങനെ അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ വീട്ടിൽ വിധവകളുണ്ടാവും, വിധവകളും അനാഥകളും ഉണ്ടാകും. കാരണം യുദ്ധമാണ്. യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഒരു മടിയില്ല, യുദ്ധത്തിലൊക്കെ പങ്കെടുക്കും. മരിക്കാനും അവർക്ക് പേടിയില്ല. പിന്നെന്താ മാറിയ സുമ്മ ഇന്നക്കും ബാഗുദാരിക്കലും സുമ്മ ഇന്നക്കും യോഗാമത്തി. അതാണ് പ്രശ്നം. മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും? ഒരു എഴുന്നേൽപ്പിക്കലുണ്ട്, ജീവിതമുണ്ട് എന്ന് ശരിക്കും അവരുടെ ബോധ്യപ്പെടുത്തി കൊടുത്തു. അപ്പൊ പിന്നെ അവർക്ക് എന്തായി? മരിക്കണമെന്ന് നന്നാകണമെന്ന് ചിന്ത വന്നു അല്ലെ? ഇതിനെ നമ്മൾ വായിച്ച 14-ാമത്തെ ആയത്തില് നമ്മുടെ കണ്ണും കാതും മൂക്കും ഹൃദയതല്ലേ പറഞ്ഞത്? ആണോ? അല്ലെ? 14-ാമത്തെ ആയത്തിൽ അതല്ലേ പറഞ്ഞത്? നമ്മൾ ശ്രദ്ധിപ്പല്ലേ പറഞ്ഞത്? ഇനി ഈ കണ്ണ് പുറത്ത് ചാടി ഈ തൊലികളും ഇതെല്ലാം അഴുകി ഇതൊക്കെ മണ്ണോട് ചേർന്ന് ഒന്നുമല്ലാതെയായി അസ്ഥികൾ വരെ മണ്ണോട് ചേർന്ന് ലയിച്ചു പോകുന്നൊരവസ്ഥ അല്ലെ? മയ്യത്തായതിന്റെ പദ്ധതി എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും എത്ര വലിയ സ്നേഹമുള്ളവരാണെങ്കിലും മയ്യത്ത് പാത്താക്കാൻ പറ്റുമോ? അതിൽ പെട്ടെന്ന് കൊണ്ടുപോയി മണ്ണിനടിയിലാക്കണം. തീർന്നില്ലേ? ഇത് ശരിക്കും ഓർമ്മപ്പെടുത്തുക. അപ്പോ അതിന് മുമ്പേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ ഈ തടിയേറ്റ് ശ്രദ്ധിക്കുക. ഈ തടിയേറ്റ് നമ്മളിങ്ങനെ കൂടുക. ഈ ഹൽക്കനാഹർ ഈ തടിയുമായി ശരീരവുമായി നമ്മളിങ്ങനെ കൂടുക. എന്താ പണി? സ്ത്രീകളാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കണം, ചായ ഉണ്ടാക്കണം, അത് കഴിഞ്ഞാൽ ചോറുണ്ടാക്കണം, അത് കഴിഞ്ഞാൽ വീണ്ടും ഭക്ഷണം ഉണ്ടാക്കണം, അത് കഴിഞ്ഞാൽ വീണ്ടും ചോറുണ്ടാക്കണം, പിന്നെ നേരം വിട്ട് വീണ്ടും തുടങ്ങണം, ഒരാളെ ഇരിക്കണം. ഇത് മാത്രം അല്ലെ? ആണുങ്ങൾക്ക് സമ്പാദിക്കണം, ജോലി വേണം, അതിന് കൂടാതെ ഒരു ബിസിനസ്, വേറെ ബിസിനസ്, അങ്ങനെ നമ്മൾ നട്ടാട്ട് ഓടി അവസാനം ഈ ശരീരം തളരും, വീണുപോകും. ഈ ഓർമ്മ വേണം എപ്പോഴും. അതിന് പ്രായമാകണം. ഒരു 80, 88, 90 വയസ്സ് വരെയൊക്കെ ഞാൻ ജീവിക്കുന്ന ആരും സ്വപ്നം കാണണ്ട. മനസ്സിലായില്ലേ? ഒക്കെ ചെറിയ പ്രായത്തിൽ മരിച്ചു പോകുന്നവര്, അപകടത്തിൽ മരിക്കുന്നവര്,
ആണും പെണ്ണും പ്രസവാനന്തരമായിപ്പോലെ ചെറിയ 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 പ്രായത്തിൽ മരിച്ചു പോകും. അതാണ് സുമ്മ ഇന്നക്കും കാര്യകാലിക ഈ ഓർമ്മ തിരി പറയാം, വർദ്ധിപ്പിക്കണം, തോനെ ഉണ്ടാക്കണം, വർദ്ധിപ്പിക്കണം, കൂട്ടണം. ഹാദിമുല്ലദാത്തിന്റെ ഓർമ്മ വർദ്ധിപ്പിക്കണം. എന്താ ഹാദിമുല്ലദാത്ത്? ആസ്വാദനങ്ങളെ തകർത്ത് കളയുന്നതാണ്. ഹാദികളെ തകർക്കുന്നതാണ്. ലദ്ദാണ് ആസ്വാദനം. ആസ്വാദനങ്ങളെ എല്ലാം തകർത്ത് കളയുന്നതിന് ധാരാളം ഓർക്കണം. അത് മരണം എപ്പോഴും ഓർക്കണം. പറയണം, ആരാ ബുദ്ധിമാൻ എന്നറിയണം. ആരാ ബുദ്ധിമാൻ? മനുഷ്യന്റെ പ്രത്യേകത എന്താ? മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ഘടനയുടെ പ്രത്യേകത അല്ലേ പറഞ്ഞത് അല്ലേ? മനുഷ്യന്റെ പ്രത്യേകത എന്താണ്? മനുഷ്യൻ എന്തിനാ പറഞ്ഞത്? ചിന്താശേഷി അല്ലെ? മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ പ്രത്യേകത എന്താണ്? ചിന്താശേഷി അല്ലെ? ആലോചന, ബുദ്ധി അല്ലെ? മനുഷ്യൻ ബുദ്ധിമാനാണ് പറയാം അല്ലെ? മനുഷ്യൻ ബുദ്ധിമാനാണ് പറയാം. എന്താ റസൂൽ എന്താ പറഞ്ഞറിയാം? മനുഷ്യനോളം വിഡ്ഢിയായ മറ്റാരുമില്ല. മനുഷ്യനോളം വിഡ്ഢിയായ മറ്റാരുമില്ല. ഏത് മനുഷ്യൻ? അള്ളാഹ് ഏൽപ്പിച്ച അമാനത്ത് എന്താണെന്ന് അറിയാത്ത വിഡ്ഢി. ഏറ്റവും വലിയ അക്രമിയും വിഡ്ഢിയുമായി തീർന്നിരിക്കുന്ന മനുഷ്യനാണ്. എന്നാൽ റസൂൽ പറയാം, മനുഷ്യൻ അപ്പുറം ബുദ്ധി തരുന്നറിയാം. ബുദ്ധിമാനാണ് മനുഷ്യൻ അപ്പുറം പറയേണ്ടത്. അവനാ ബുദ്ധിയുള്ളത്. ധാരാളം മരണത്തെക്കുറിച്ച് ധാരാളം ചിന്തിക്കുക. നമ്മൾ മയ്യത്താകുന്നതിനെ കുറിച്ച് ധാരാളം ചിന്തിക്കുക. അതിനുവേണ്ടി ധാരാളമായി തയ്യാറെടുപ്പ് നടത്തുക, ഒരുങ്ങുക. എങ്ങനെ മരിക്കുന്നിങ്ങനെ വിശ്വസിച്ച് അറിഞ്ഞ് ജീവിച്ചാൽ പോരാ, ഒരുങ്ങണം. അങ്ങനെ ഒരുങ്ങണവനാരാണ്? അവരാണ് ബുദ്ധിയുള്ളത്. അവരാണ് ബുദ്ധിയുള്ളത്. അപ്പൊ വിശേഷ ബുദ്ധി, ചിന്താശക്തിയൊക്കെ ഒരു മനുഷ്യന്റെ പ്രത്യേകതയാണെങ്കിൽ ആ ബുദ്ധിയുള്ള മനുഷ്യൻ ആരാണ്? മരണത്തെക്കുറിച്ച് ഓർത്ത് അതിനുവേണ്ടി ഒരുങ്ങണവനാണ്. അല്ലാത്തവരൊക്കെ വിഡ്ഢികളാണ്. അങ്ങനെ വിഡ്ഢി നമ്മൾ ആവരുത്. അതിനാണ് ഈ ആയത്ത് പഠിച്ചത്. അങ്ങനെയുള്ള വിഡ്ഢികളിൽ പെട്ടു പോകാതിരിക്കാൻ മഹാനായ അബൂബക്കർ സിദ്ദീഖ് എപ്പോഴും പാടുന്നൊരു പാട്ടുണ്ട്. സിദ്ദീഖ് അക്ബർ എല്ലാ മനുഷ്യന്മാരും നോക്കി രാവിലെ പ്രഭാതത്തിൽ എല്ലാവരും സജീവമാണ്. ശരിയും കളിയും വർത്തമാനമൊക്കെ ആയിട്ട് വീട്ടിൽ പുല്ലുംപ്രിയൻ മുസബ്ബഹുൻ എന്നറിയി. പക്ഷേ മരണം അവന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അവരുമായി അടുത്തു നിൽക്കും. ഇട്ട ചെരുപ്പിന്റെ വാറിനേക്കാൾ മരണം അവരുമായി അടുത്തതാണ്. ആ ചിരികളിക്കിടയിലാണ് ഒരു മരണവാർത്ത അവിടെ കടന്നു വരേണ്ടതാണ്. ഇത്രമാത്രം മനുഷ്യന്റെ ദൗർഭാഗ്യം നടക്കുന്നത്. എങ്ങനെ രാവിലെ വീട്ടിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ പണിക്ക് പോവാണ്. രാവിലെ വീട്ടിൽ നിന്ന് ചെറുപ്പക്കാരൻ അധ്വാനിക്കാൻ വേണ്ടി പോവാണ്. രാവിലെ വീട്ടിൽ ഇറങ്ങി പോവാണ്. അങ്ങനെ അവൻ പോയി. ആ പോകുന്ന പോക്കിൽ ഒരു റോഡിൽ അപകടത്തിൽപ്പെട്ടവൻ മരിച്ചു. റോഡിൽ കിടന്ന രക്തം വാർന്നൊഴുക്കി അവൻ മരിച്ചു. ഈ വിവരം വീട്ടിലെത്തിയിട്ടില്ല, വീട്ടുകാരെ അറിഞ്ഞിട്ടില്ല. ആ സമയത്തും ആ വീട്ടിലെ സംഗീതവും മ്യൂസിക്കും ചിരിയും കളിയും ടി വി കേൾക്കാൻ 8 മണിക്ക് അപകടത്തിൽപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ചെറുപ്പക്കാരന്റെ റോഡിൽ 8 മണിക്ക് അപകടത്തിൽപ്പെട്ട് മരിക്കുക. വീട്ടിൽ വാർത്ത കേൾക്കുന്നത് 9 മണിക്കാണ്. ഈ 1 മണിക്കൂർ ആ വീട്ടിൽ ചിരിയും കളിയും തമാശയും അല്ലെ? ഈ റോഡിൽ മരിച്ചെടുക്കുന്ന പയ്യത്തിന്റെ അറിയാതെ ഈ കുടുംബം സന്തോഷിക്കാൻ, ആനന്ദിക്കാൻ, ചിരിക്കാൻ, കളിക്കാൻ അല്ലെ? ഈ മരണവിവരം വീട്ടിലെത്തി. അതോടുകൂടി ഇതൊക്കെ കഴിഞ്ഞില്ലേ? ഈ ചിരി കളി വർത്താനം അവസാനിച്ചില്ലേ? പക്ഷെ 1 മണിക്കൂർ നേരം മരിച്ച് കിടന്നിട്ട് ബാക്കി വെച്ചിരിക്കും, സന്തോഷിക്കും, ആനന്ദിക്കുകയൊക്കെ ചെയ്യും. ഇതിൽ വലിയ ദൗർഭാഗ്യം എന്താണുള്ളത്? ഭാഗ്യക്കാരെന്താണുള്ളത്? അറിയില്ല, ആർക്കും അറിയില്ല. അതുകൊണ്ട് ഏത് സമയത്തും ആ
ആ ഒരു ചിന്ത, ഒരു ബോധം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകണമെന്നാണ് അള്ളാഹു പറയുന്നത്. സഹോദരങ്ങളെ, ഈ ഒരു ചിന്തയോടുകൂടി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ നിസ്കാരം കൂല, നിസ്കാരം തെറ്റില്ല, നമ്മുടെ കളവ് പറയില്ല, ആരും പറ്റിക്കൂല, വഞ്ചിക്കൂല, ചതിക്കൂല, തിന്മകൾ നമ്മൾ ചെയ്യൂല. ഈ ഒരു ബോധം ഉണ്ടാവുമ്പോൾ നമ്മൾ എല്ലാവരും മാറും. ഒരു ചിന്ത പൊട്ടുകെട്ട് അവിടെ ചെന്നാൽ ചിലപ്പോൾ നമ്മൾ വലിച്ചു പോകും, അല്ലെങ്കിൽ കുടിച്ചു പോകും, എന്തെങ്കിലും ചെയ്യും, ഒരു തിന്മ ചെയ്യും, ആ സമസ്യയിലേക്ക് നമ്മൾ പോകില്ല, എല്ലാവരും മാറും. കാരണം ആ ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ട്, ആ ചിന്ത നമ്മുടെ മനസ്സിലുണ്ട്. അതെപ്പോഴും നമ്മുടെ മനസ്സിൽ നിറയെ ഉണ്ടാകണം. എങ്കിൽ നമ്മുടെ അടുത്ത് അബദ്ധം സംഭവിക്കൂല, ആരോടെ നമ്മൾ വെറുതെ ചൂടാവൂല, വെറുതെ വർത്താനം പറയില്ല. അങ്ങനെ ചൂടാകാത്ത വർത്താനം പറയാത്ത, ദേഷ്യം പിടിക്കാത്ത ഒരു ഭർത്താവാണ് നമ്മളെങ്കിൽ, അല്ലെ, ആ ഭർത്താവിനെ ആ ഭാര്യയ്ക്ക് എന്ത് ഇഷ്ടായി, അല്ലെ, നല്ലൊരു വാപ്പയാണെങ്കിൽ ആ വാപ്പയെ മക്കൾക്ക് എന്ത് ഇഷ്ടായി, നല്ലൊരു ഭാര്യയാണെങ്കിൽ ആ ഭാര്യയുടെ ഭർത്താവിന് എന്ത് ഇഷ്ടായി, അല്ലെ. ദുനിയാവിന്റെ എല്ലാ ഷർഫും ഒരു കുട്ടിയില്ലേ, ദുനിയാവിന്റെ എല്ലാ മാന്യതയും കിട്ടിയില്ലേ, അല്ലെ, സന്തോഷത്തോടെ ജീവിക്കല്ലേ. അതിന്റെ കൂടെ പരലോകത്തിന്റെ ആദരവും കിട്ടി. ചിലപ്പോൾ എന്താ വേണ്ടത്, അത് ആർക്ക കിട്ടുക, മരണചിന്ത. ഒരു ദുനിയാവ് മാത്രം ചിന്തിക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ, ദുനിയാവ് മാത്രം ചിന്തിക്കുന്ന ഒരു പെണ്ണിന് എപ്പോഴും നമ്മളോട് പരാതി, ദുനിയാവിന്റെ പരാതി ഉപയോഗിക്കുക. കല്യാണത്തിന് പോകാത്തതും, സർക്കാരത്തിന് പോകാത്തതും, കുട്ടിയൊക്കെ പണ്ടെടുക്കാത്തതും, ആഭരണം എടുക്കാത്തതും, ഒരാഴ്ച ഭോജനമാകാത്തതും, അങ്ങനെ ഒരു ദുനിയാവ് മാത്രമാണ് പരാതി അയച്ചത്. ഒരു ദുനിയാവ് മാത്രമാണ് ഒരു പെണ്ണിന്. ആ പെണ്ണ് ഒരു സമാധാനം ആരെ കൊടുക്കൂല. ഒരു ആണിന് എപ്പോഴും കച്ചവടം, എപ്പോഴും ബിസിനസ്. രാവിലെ പോയാൽ വീട്ടിൽ വന്നാൽ പിന്നെ ലാപ്ടോപ്പ്, പിന്നെ മൊബൈലിലേക്കാണ് ഒരാള്. വീട്ടിൽ വന്നാൽ ആ സാധനം വ്യക്തക്കണം. വീട്ടിൽ ഹക്കുണ്ട്, ഭാര്യയുടെ ഹക്കുണ്ട്, മക്കളുടെ ഹക്കുണ്ട്. വീട്ടിൽ വന്നാൽ പിന്നെ ഭാര്യയും മക്കളായിരിക്കുന്ന ലോകം. പിന്നെ കച്ചവടം തന്നെ മാറ്റിക്കണം. രാവിലെ അത് തുടങ്ങി, രാവിലെ 5 മണിക്ക് തുടങ്ങി ബിസിനസ്, ഒരു രാത്രി 10 മണി വരെ ബിസിനസ് ചെയ്ത് വീട്ടിൽ വന്ന്, വീട്ടിൽ വന്നിട്ട് പിന്നെ ഈ ബിസിനസിന്റെ ബാക്കി ലാഭം നട്ടു നോക്കണ ഈ മൊബൈൽ എടുത്തുകൊണ്ട് ഇരിക്കണ ഒരാണിന് കൂടെ നിങ്ങൾ പറയുമ്പോൾ അവരോട് ചൂടാവും, ദേഷ്യം പിടിക്കും, മക്കളോട് ദേഷ്യം പിടിക്കും. ആ ഒരു വാപ്പാക്ക് ഒരിക്കലും നല്ല വാപ്പാക്കാൻ കഴിയില്ല. ദുനിയാവ് മാത്രം മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു ആണിനും പെണ്ണിനെ സ്നേഹിക്കാൻ കഴിയില്ല. പെണ്ണിനെ സ്നേഹിക്കാൻ കഴിയില്ല, പെണ്ണ് വർത്താനം പറയില്ല, മക്കളെ സ്നേഹിക്കാൻ കഴിയില്ല. ദുനിയാവ് മാത്രം ഹൃദയത്തിൽ കൊണ്ടുനടക്കുകയാണെങ്കിൽ ആഹാര ഹൃദയത്തിലുണ്ടോ എങ്കിൽ നന്നായിട്ട് ഭാര്യയോട് പെരുമാറാൻ പറ്റും, നന്നായിട്ട് ഭാര്യയോട് മക്കളോട് സംസാരിക്കാൻ പറ്റും, നന്നായിട്ട് ഭർത്താവിനെ സ്നേഹിക്കാൻ ആ പെണ്ണിന് പറ്റും, ഭർത്താവിന് സമാധാനം കൊടുക്കാൻ ആ പെണ്ണിനെ പറ്റും. ശരിയല്ലേ? അല്ലേ? ഈ ഹക്കന്നെയാണ് അമ്മ പറയുന്നത്, ഈ ഹക്കാണ് അമ്മ പറയുന്നത്. അപ്പൊ എന്താ വേണ്ടത്? ഈമാൻ കിട്ടി സ്വർഗ്ഗത്തിൽ മുമ്പിൽ എന്താ പഠിക്കണേ? ഈമാൻ കിട്ടി മരിക്കണം, അല്ലെ? ഈമാൻ കിട്ടി മരിക്കണമെങ്കിൽ എന്ത് വേണം? നല്ല ഭാര്യ, നല്ല ഭർത്താവ്, അയ്യപ്രായത്തിൽ മാറ്റത്ത്, അല്ലെ? അങ്ങനെ പറഞ്ഞത് ഈമാൻ കിട്ടി മരിക്കാൻ സഹായിക്കുന്ന ഒരു പെണ്ണ്, ഈമാനോട് മരിക്കാൻ സഹായിക്കുന്ന ഒരാണ്. അങ്ങനെ ഒരാണും ഒരു പെണ്ണും ഉണ്ടായാൽ ഈ ജീവിതം അതിനപ്പുറം ഒരു ഭാര്യക്കാരുണ്ടായില്ല. മക്കൾക്ക് സ്വർഗം വാങ്ങിക്കൊടുക്കണം. ഇങ്ങനെ ചിന്തിച്ചോളൂ. മക്കൾക്ക് പലതും വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, അമൂല്യമായ പല ഗിഫ്റ്റും മക്കൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. മക്കൾക്ക് സ്വർഗം വാങ്ങിക്കൊടുക്കണം വാപ്പ. എങ്ങനെയായിരിക്കും? മക്കൾ ആ നിലക്ക് തസ്കീർ തലകെത്തി കൊടുത്ത വാപ്പ. പിന്നെ വാപ്പാക്കും ഉമ്മാക്കും മക്കളെ കൊണ്ട് സ്വർഗം കിട്ടി. അതിന് കേട്ടില്ലെങ്കിൽ വാപ്പാക്കും ഉമ്മാക്കും സ്വർഗം കിട്ടാൻ കാരണമാകുന്ന മക്കൾക്ക് സ്വർഗം വാങ്ങി കൊടുക്കുന്ന മാതാപിതാക്കൾ. അവിടെ എത്താൻ കഴിയണം. അള്ളാഹു തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ് വിശദീകരിക്കാം. അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അറിവില്ലായ്മ വന്നു പോയി തെറ്റിപ്പെട്ട് അള്ളാഹു വിട്ടുകൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയപ്പോൾ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും, നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും, അള്ളാഹു നന്മ അധിഷ്ഠിതമായ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു സത്യമാക്കി. രോഗികളായ ആളുകൾ രോഗശമനം പ്രദാനം ചെയ്യട്ടെ. പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, വസീയത്ത് പറയാനും എഴുതാനും പറ്റാത്ത വിധമുള്ള മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ബന്ധുക്കളെയും നമുക്ക് ഇഷ്ടപ്പെട്ടവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വെച്ച് എങ്ങനെയാണ് മരണമെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ഈമാൻ കാമിലായി മരിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك.